സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഊട്ടുപുരയിൽ മന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇന്ന് പ്രഭാത ഭക്ഷണം വിളമ്പുന്നത്. എം ജി പ്രതീഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, എന്താണ് ഊട്ടുപുരയിൽ നിന്നുള്ള കാഴ്ചകൾ? മന്ത്രിയാണ് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം വിളമ്പിക്കൊടുത്ത്. വിവരങ്ങൾ എന്താണ്? കാഴ്ചകൾ എങ്ങനെയായിരുന്നു പ്രതീഷ്? അർജിത്ത്, കലോത്സവത്തിന്റെ ആവേശം ഇങ്ങ് കലവറയിലും അതേപോലെ തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ രാവിലെ 8 മണിക്കാണ് ഇന്ന് പ്രഭാത ഭക്ഷണം വിളമ്പിയത്. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഈ പ്രഭാത ഭക്ഷണം ഇന്ന് ഈ കുട്ടികൾക്കും അധ്യാപകർക്കും വിളമ്പിയത്. ചടങ്ങ് അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കെ എൻ ബാലഗോപാൽ കുട്ടികൾക്കും അധ്യാപകർക്കുമൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഈ പ്രഭാത ഭക്ഷണം ആരംഭിച്ചത്. ഇന്ന് പുട്ടും കടലയുമാണ് കലോത്സവ വേദിയിലെ പ്രഭാത ഭക്ഷണം. ഓരോ ദിവസവും ലഭ്യത അനുസരിച്ച് ഈ പ്രഭാത ഭക്ഷണം മാറി വരും. ഈ വലിയൊരു ആവേശം കലോത്സവ വേദികളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എത്രത്തോളം കുട്ടികൾ ഈ ഊട്ടുപുരയിൽ എത്തിയാലും അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നിലവിൽ ഊട്ടുപുരയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ 35,000-ഓളം പേർക്ക് ഒരു ദിവസം ഭക്ഷണത്തിനുള്ള സൗകര്യമാണ് നിലവിൽ ഈ കലവറയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് സജ്ജമായി 100ഓളം ജീവനക്കാരുണ്ട്. പല ഷിഫ്റ്റുകളിലായാണ് കലോത്സവ കലവറയിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. അധ്യാപകരും ആയിരിക്കും പ്രധാനമായും ഈ കലോത്സവ കലവറ നിയന്ത്രിക്കുന്നത്. അധ്യാപകരുടെ മുഴുവൻ പങ്കാളിത്തവും ഇവിടെ ഉണ്ടായിരിക്കും. എങ്ങനെയുണ്ട് പ്രഭാത ഭക്ഷണം? കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. ഐറ്റം ഉണ്ട് പ്രഭാത ഭക്ഷണം. അടിപൊളിയാണ്. എല്ലാ വർഷവും കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇല്ല, ഇത് ആദ്യമായിട്ട്. തലസ്ഥാനത്ത് ഒരു കലോത്സവം നന്നായിട്ട് നല്ല പ്രഭാത ഭക്ഷണം. എല്ലാവരും എന്തായാലും വലിയ അഭിപ്രായമാണ് പ്രഭാത ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുട്ടും കടലയുമാണ്. നാളെ മറ്റൊരു വിഭവം പ്രഭാത ഭക്ഷണമായി എത്തും. എന്തായാലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവിടെ പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. മന്ത്രിയും നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വലിയ നല്ല അഭിപ്രായമാണ് മന്ത്രിയും അറിയിച്ചിട്ടുള്ളത്. മിനിസ്റ്റർ, എങ്ങനെയുണ്ട്? കഴിക്കുന്നുണ്ടല്ലോ, ഭക്ഷണം നല്ല ഭക്ഷണമാണ്. നിങ്ങളോട് കഴിച്ചു നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലത്. പിന്നെ കുട്ടികളും എല്ലാം രക്ഷകർത്താക്കളും ടീച്ചേഴ്സും ഒക്കെ കഴിക്കുന്നുണ്ട്. അവരോട് കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ പുട്ടും കടലയാണ്. ഇത് മാറി വരും, ഓരോ ദിവസം മാറി വരും. ഉച്ചയ്ക്ക് കഴിക്കണം. പാലട പ്രഥമനും അടപ്രഥമനും ബോളി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ രജിത്ത്, മിനിസ്റ്റർ പറയുന്ന വിഭവസമൃദ്ധമായ സദ്യയും പ്രഭാത ഭക്ഷണവും ഒക്കെ തന്നെയാണ് ഈ കലോത്സവത്തിനെത്തുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കുമായി ഒരുക്കിയിരിക്കുന്നത്. ഈ കലവറയും പൂർണ്ണ സജീവമായി കഴിഞ്ഞു. രജിത്ത്, ശരി. എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കലോത്സവ നഗരിയിൽ നിന്ന്, അവിടെയുള്ള ഊട്ടുപുരയിൽ നിന്ന്. അവിടെ പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് കുട്ടികൾ. മന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തുകൊണ്ട് അദ്ദേഹം ആ പ്രഭാത ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.